everyone, welcome back to my YouTube channel. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്തവരായി ഇന്ന് നമ്മളിൽ ആരും തന്നെ കാണില്ല അല്ലേ? ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴോ ഇംഗ്ലീഷ് ഒരു തടസ്സമായി തോന്നാറുണ്ടോ? ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ അടിസ്ഥാനം മുതൽ ദിവസേന ഉപയോഗിക്കുന്ന 100-ലധികം വാക്യങ്ങൾ വളരെ ലളിതമായി പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ABCD മാത്രമേ അറിയൂ എങ്കിൽ പോലും ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം ലഭിക്കും. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബുക്ക് പെന്ന് എടുത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇതിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ, മൊഡ്യൂൾ 1 അങ്ങനെ പറയാം. ബേസിക് ഡെയിലി ഗ്രീറ്റിംഗ്സ് ആൻഡ് സെൻറ്റൻസസ്. തുടക്കക്കാർക്കായി ദിവസവും ഉപയോഗിക്കുന്ന ലളിതമായ വാക്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ആർ യു? സുഖമാണോ? ഐ ആം ഫൈൻ. എനിക്ക് സുഖമാണ്. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? മൈ നെയിം ഈസ് രാഹുൽ. എൻ്റെ പേര് രാഹുൽ എന്നാണ്. വേർ ഡു യു ലിവ്? എവിടെയാണ് താമസം? ഐ ലിവ് ഇൻ കൊച്ചി. ഞാൻ കൊച്ചിയിലാണ് താമസം. നൈസ് ടു മീറ്റ് യു. കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. ഇറ്റ്സ് ഓക്കെ ഓർ നോ പ്രോബ്ലം. സാരമില്ല, കുഴപ്പമില്ല. ഈ വാക്കുകൾ നിങ്ങൾ ദിവസവും വീട്ടിൽ പറഞ്ഞ് ശീലിക്കണം. തെറ്റിയാലും നമ്മൾ വീണ്ടും സംസാരിച്ചു തുടങ്ങുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, മൊഡ്യൂൾ 2, അണ്ടർസ്റ്റാൻഡിങ് ടെൻസസ് ഈസിലി. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് ടെൻസുകളിലാണ്. അത് നമുക്ക് എളുപ്പമാക്കാൻ നോക്കാം. ഫസ്റ്റ് വൺ, പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഞാൻ ആപ്പിൾ കഴിക്കുന്നു. ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഞാൻ ഇപ്പോൾ ആപ്പിൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി സെക്കൻഡ് വൺ വരുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഞാൻ ആപ്പിൾ കഴിച്ചു. ഐ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഞാൻ ആപ്പിൾ കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി തേർഡ് വൺ വരുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതായത് ഭാവി കാലം, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കാം. ഐ വിൽ ഈറ്റ് ആൻ ആപ്പിൾ. ഞാൻ ആപ്പിൾ കഴിക്കും. ഐ വിൽ ബി ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഞാൻ ആപ്പിൾ കഴിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ശ്രദ്ധിക്കുക, കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ വിൽ ഉപയോഗിക്കരുത്. ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് മാത്രമേ വിൽ ഉപയോഗിക്കാവൂ. ഇത് പലരും വരുത്തുന്ന ഒരു പ്രധാന തെറ്റാണ്. ഇനി നെക്സ്റ്റ് വൺ, മൊഡ്യൂൾ 3, ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കാം. മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിച്ചാലേ ഇംഗ്ലീഷ് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. വെൻ ആർ യു കമ്മിങ്? നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഹൗ മച്ച് ഈസ് ദിസ്? ഇതിൻ്റെ വില എത്രയാണ്? വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്ത് വേണം? ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? വേർ ഈസ് ഹീ? അവൻ എവിടെയാണ്? ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 4, വർക്ക് പ്ലേസ് ഇംഗ്ലീഷ്. ഓഫീസിലും ജോലിസ്ഥലത്തും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ്. ജോലി ചെയ്യുന്നവർക്കും ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മേ ഐ കം ഇൻ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ? കുഡ് ഐ ലീവ് ഏർലി ടുഡേ? എനിക്കിന്ന് നേരത്തെ പോകാമോ? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ദയവായി അത് ഒന്നുകൂടി പറയാമോ? ലെറ്റ് മീ ഷെയർ മൈ ഒപ്പീനിയൻ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. നെക്സ്റ്റ് മൊഡ്യൂൾ 5, ഡെയിലി ഹോം കോൺവെർസേഷൻ.
വീട്ടിൽ സംസാരിക്കാനുള്ള ചെറിയ കാര്യങ്ങളാണ്. വേക്കപ്പ് ഏർലി, വേഗം എഴുന്നേൽക്കൂ. ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. ഫുഡ് ഈസ് റെഡി, ഭക്ഷണം തയ്യാറാണ്. വെയർ ആർ യു ഗോയിങ്, നീ എവിടെ പോവുകയാണ്? ടേൺ ഓഫ് ദ ലൈറ്റ്, ലൈറ്റ് ഓഫ് ചെയ്യൂ. ഗീവ് മീ സം ടൈം, എനിക്ക് കുറച്ച് സമയം തരൂ. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ലോകത്ത് ആരും ഒറ്റ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുത്തിട്ടില്ല. തെറ്റുകൾ വരുത്തുന്നത് സ്വാഭാവികമാണ്. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച വാക്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടോ ദിവസവും 5 മിനിറ്റ് എങ്കിലും നമ്മൾ പറഞ്ഞ് ശീലിക്കണം. ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.